ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, പലപ്പോഴും എല്ലാവരും സിസ്റ്ററിനോട് കമൻസ് ഇടുന്നുണ്ട്. സിസ്റ്റർ മാത്രം മറ്റ് ധ്യാനഗുരുക്കന്മാരെ പോലെ സാക്ഷ്യങ്ങൾ പറയുന്നില്ല, സാക്ഷ്യമിടുന്നില്ല എന്ന്. സാക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തത്, സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഇന്ന ധ്യാന കേന്ദ്രത്തിൽ ചെന്നപ്പോൾ ആ അച്ഛൻ പറഞ്ഞപ്പോൾ, ഈ സിസ്റ്റർ പറഞ്ഞപ്പോൾ, കാർമൽ സിസ്റ്റർ, കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ കണ്ടപ്പോൾ, അങ്ങനെയല്ല. അത് മുഴുവനും മഹത്വം. ഗ്ലോറി ടു ജീസസ്. യേശുവിന് മഹത്വം. ഇപ്പോൾ സിസ്റ്ററിൻ്റെ ധ്യാനത്തിലൂടെ, കൗൺസിലിങ്ങിലൂടെ, വചനം എഴുതുന്നതിൽ ഒരുപാട് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ മക്കൾക്ക് കിട്ടുന്നുണ്ട്. അവരെല്ലാം സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സാക്ഷ്യങ്ങൾക്ക് നമ്മളധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു സാക്ഷ്യം ഇപ്പോൾ എല്ലാവരും പറഞ്ഞ അനുസരിച്ച് സിസ്റ്റർ പറയാണ്. സിസ്റ്ററുടെ തന്നെ സ്വന്തം അനുജത്തി, അവർ സ്ഥലവും കാര്യങ്ങളും പേരുകളൊന്നും സിസ്റ്റർ പറയുന്നില്ല. വിദേശത്ത് മകള് MBBS പൂർത്തിയായിട്ട് വിദേശത്ത് അവരുടെ ഫംഗ്ഷന് വേണ്ടി പോകാനായിട്ട് അനിയത്തിയും ഹസ്ബൻഡും അവർ വിസ, അതിനൊക്കെ അവിടെ താമസിക്കാനുള്ള ലോഡ്ജ് എല്ലാം കറക്റ്റാക്കി പോകുന്നതിൻ്റെ 3-4 ദിവസം മുൻപ് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വിസ അക്സെപ്റ്റ് ചെയ്ത് വരികയും അനിയത്തിയുടെ വിസ റിജക്റ്റ് ആവുകയും ചെയ്തു. ഇനി അധികം ദിവസമില്ല, എല്ലാം വെൽ പ്ലാൻഡ് ആണ്. പെട്ടി വരെ ഒരുക്കി വെച്ചു. അവിടെ താമസിക്കാനുള്ള ലോഡ്ജ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആദ്യം വിളിച്ചത് ഓട്ടോമാറ്റിക്കലി ചേച്ചീനെ തന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും ചിന്തിക്കേണ്ട, ഒരു നോട്ട് ബുക്ക് എടുത്ത് പേന എടുത്ത് ഓശാന, എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ, എൻ്റെ ഈശോയെ എൻ്റെ ഈ കാര്യം അങ്ങ് നിറവേറ്റി തരണമേ, എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ, ജീസസ് സേവ് മീ നൗ, ജീസസ് സേവ് us now. ഉടൻ തന്നെ അവൾ ഓശാന എഴുതി തുടങ്ങി. അപ്പോൾ അവരൊന്നും അധികം അങ്ങനെ സിസ്റ്ററുടെ കുടുംബാംഗങ്ങൾക്ക് അത്രയും അങ്ങോട്ട് അവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനും ഓശാന എഴുതി തുടങ്ങി. ഞാൻ റെയിൽവേ സ്റ്റേഷനിലായാലും നമ്മൾ എവിടെ വെയിറ്റ് ചെയ്യായാലും നമ്മൾ ഒരു നോട്ട് ബുക്കും പേനയും എപ്പോഴും ബാഗിലുണ്ടാവും. ഓശാന എഴുതി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 2 ദിവസം കഴിഞ്ഞില്ല, ഇനി പോകാൻ വളരെ ചുരുങ്ങിയ ദിവസമുള്ളൂ. 2 ദിവസങ്ങളിൽ യാതൊരു അവർക്ക് പ്രതീക്ഷയുമില്ല. അങ്ങനെ അവൾ മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വിമാന അപകടങ്ങളൊക്കെ കേൾക്കല്ലേ, എന്നാൽ പിന്നെ ഹസ്ബൻഡ് പോട്ടെ, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, ത്യാഗമായിട്ട് എടുക്കാം, കർത്താവ് എന്താ പറയണമെന്ന് വെച്ചാൽ കർത്താവിൻ്റെ ഹിതം എടുക്കാം, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഓശാന മനസ്സുകൊണ്ട് അവൾ പ്ലാൻ ചെയ്തു, ഞാൻ പോകുന്നില്ല. അങ്ങനെ ഓശാന എഴുതി തുടങ്ങി. ഒരു പകുതി ഓശാന 500-600 ആകുമ്പോഴേക്കും പ്രിയപ്പെട്ടവർ അന്ന് തന്നെ വിസ, റിജക്റ്റായ വിസ അക്സെപ്റ്റ് ആയിട്ട് വരികയാണ്. സന്തോഷം കൊണ്ട് അവൾ വാക്കുകളില്ല. വോയിസ് മെസ്സേജിലൂടെ ചിരി മാത്രമായിരുന്നു, വാക്കുകളില്ല പറയാൻ. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ. അവൾ ഒരു സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ടീച്ചറുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, ഹെഡ് മിസ്ട്രസ് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായി. കാരണം അത്രയും ആഗ്രഹിച്ച് 3-4 കൊല്ലമായി മകളെ തന്നെ കണ്ടിട്ട് അത്രയും ആഗ്രഹിച്ചാണ് അവർ ഒരുങ്ങി തുടങ്ങിയത്. ഓശാന ഒരുപാട് മക്കൾക്ക് അനുഗ്രഹം ഉണ്ടാവുന്നുണ്ട്. നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഈശോ കഴുതപ്പുറത്ത് വരുമ്പോൾ ദുഃഖിതരായ ഹെറോദസിൻ്റെ ക്രൂരവാളിൽ നിന്ന് രക്ഷപ്പെടാനും ദുർഭരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞങ്ങളെ രക്ഷിക്കണേ യേശുവേ എന്ന് അവർ അറിയാതെ വിളിപ്പിച്ചു പോയതാണ് ഓശാന. എല്ലാവരും നടന്നു വരുമ്പോൾ ഒരാൾ മാത്രം കഴുതപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ അവനൊരു രാജാവിൻ്റെ മഹിമയാണ് അവർ യേശുവിൽ കണ്ടത്. ഈശോ നമ്മെ വലത് കരം കൊണ്ട് താങ്ങി നിർത്തുന്ന അനുഭവം ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞു, അനുഗ്രഹം കിട്ടിയ ഉടൻ തന്നെ 1000 തവണ ഹല്ലേലൂയ, സ്വർഗത്തിൻ്റെ പ്രാർത്ഥന, നന്ദി ഉടൻ തന്നെ നമ്മൾ എഴുതണം. ആമേൻ. ഈ ഒരു സാക്ഷ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.